ശ്രീദേവ് വത്സൻ അച്ഛൻ. അച്ഛാ, ഒരു മകനല്ലേ നിങ്ങൾക്കുള്ളൂ? ഒരു മകനല്ലേ ഉള്ളൂ? നിങ്ങൾ മാഷല്ലേ? വൈഫിനെ ഇപ്പോൾ കാണിക്കാൻ പറ്റുമോ അഡ്വക്കേറ്റിന്? നിങ്ങൾ പറയണം. വേണ്ട, പിന്നെ നിങ്ങൾ വരാം. ഇനി കൂടുതൽ ചോദിക്കുന്നില്ല. അല്ലേ, ആ ഫേസിൽ തന്നെ എല്ലാ ദുഃഖങ്ങളും കാണുന്നുണ്ട്. സോറി അച്ഛാ. ഓക്കെ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാവ് സ്ട്രീറ്റ്, പാലക്കാട്. ഇവിടെ നമ്മളെ 5 പിള്ളേർ മരണപ്പെട്ടല്ലോ, അറിയല്ലോ. KSRTCയും കാറും കൂട്ടിയിടിച്ച് 5 പേർ മരണപ്പെട്ടു. നിങ്ങൾക്കറിയാം, ഒരു കുട്ടി ലക്ഷദ്വീപ്, ഒരു കുട്ടി കണ്ണൂർ, ഒരു കുട്ടി മലപ്പുറം, ഒരു കുട്ടി പാലക്കാട്, ഒരു കുട്ടി കോട്ടയം. അപ്പം ഇവിടുത്തെ അഡ്വക്കേറ്റിൻ്റെ ഒരു മകനാണ് ശ്രീ വിഹാർ. ഈ കാവ് സ്ട്രീറ്റ് അല്ലേ ഇത്? കാവ് സ്ട്രീറ്റ്. ഈ ബിന്ദുവിൻ്റെ മകനാണല്ലേ? ബിന്ദുവിൻ്റെ മകൻ. അവരെ ഹസ്ബൻഡ് ശ്രീ വത്സൻ ഭാരത് മാതാ സ്കൂളിൽ മാഷായിരുന്നു, റിട്ടയർ ആയിരുന്നു. ഇപ്പോൾ അവിടെ ഓഫീസിൽ മാഷായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ മാഷാണ്. ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. ബിന്ദു ഉണ്ട്. ബിന്ദുണ്ട്. മകൻ അഗ്രഗണ്യൻ പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്ക് ശേഖരീപുരത്തേക്ക് തീരാ നഷ്ടമാണ്. നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു. പഠിത്തത്തിലും സ്പോർട്സിലും കായിക താരങ്ങളിലൊക്കെ അവൻ അഗ്രഗണ്യൻ. ഇതുപോലെ ഇനിയൊരു കുട്ടി നമുക്ക് ഈ ജന്മത്തിൽ കാണാൻ പറ്റില്ല. വീട് മൊത്തം അവൻ്റെ മെഡലുകളും. നല്ല ഒരു കുട്ടിയായിരുന്നു. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, തീരാ നഷ്ടമാണ് ഞങ്ങൾക്ക്. മേഡം പേരെന്താ? ഗീത മേഡത്തിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതുപോലെ തന്നെ എനിക്കും. ഞാൻ കാലിക്കറ്റിൽ നിന്ന് വന്നാ, കോഴിക്കോട് നിന്ന്. ഇന്നലെ 3 മണിക്ക് ഞങ്ങൾ എത്തി ഇവിടെ. എന്നിട്ട് നമ്മൾ ഈ സമയത്തല്ലേ വരാൻ പറ്റുള്ളൂ. 3 മണിക്കൊന്നും ഒരു വീട്ടിൽ കയറാൻ പറ്റില്ലല്ലോ. അന്വേഷണം പറഞ്ഞ് ബോഡി വന്നു, ദഹിപ്പിച്ചു. ചിലർ പറഞ്ഞ് ബോഡി വന്നിട്ടില്ല, ആലപ്പുഴയിലുള്ളത്. 5 മണിക്കാണ് ബോഡി എടുത്ത്. പൊതുദർശനം ആലപ്പുഴയിലുണ്ടായിരുന്നു. എത്ര മണിക്കാണ്? 1 മണിക്കൂർ ഉണ്ടായിരുന്നു പൊതുദർശനം. എത്ര മണിക്ക്? 1 മണിക്കാണ്. 12 മണി തൊട്ട് 1 മണി വരെ. അവിടുന്ന് റോഡ് മാർഗമാണ് വന്നത്, എയർപോർട്ടിലാണ് വന്നത്? അല്ല, അവര് വാനില് പോലീസുകാരന്നെ എല്ലാവർക്കും സൗകര്യങ്ങളേറ്റ് കൊടുത്തു. അപ്പൊ വീണ ജോർജിന്റെ സഹായം കിട്ടി. വീണ ജോർജിന് സഹായം കിട്ടിയോ? തീർച്ചയായും. അദ്ദേഹം നല്ല നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, എല്ലാരും സപ്പോർട്ട്, നരേന്ദ്രമോദി ഉഷാർ, മോദി, നമ്മളെല്ലാ മന്ത്രിമാരും ഉഷാർ തന്നെ. പക്ഷേ നമുക്ക് തീരാ നഷ്ടമാണ്. ശേഖരിവിടുത്തെ തീരാ നഷ്ടമാണ്. കുട്ടി ഞങ്ങളുടെ കയ്യിൽ 4-5 വയസ്സ് വരെ നമ്മളുടെ കയ്യിൽ വളർന്ന കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആ കുട്ടി ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടീനെ പോലെയാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കുടുംബമാണ് അവർ? ഞങ്ങൾ അയൽവക്കം. ഓക്കെ. അപ്പം തൊട്ടടുത്ത അയൽവക്കത്തെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് മൊത്തം തീരാ നഷ്ടമാണ് ഈ മെഡിക്കൽ സ്റ്റുഡൻസ്. ആർക്കും ജീർണിക്കാനേ പറ്റില്ല. ഇങ്ങനെ ഒരു കുട്ടി പുറത്ത് ഇവിടെ ഇങ്ങനെ ഒരു ശേഖരീകൃത്ത് ഇങ്ങനെ ഒരു നല്ല കുട്ടീൻ്റെ ആർക്കും അറിയില്ല. അന്ന് അവൻ്റെ പഠിത്തം, അവൻ അച്ഛന് അമ്മയ്ക്ക് മിടുക്കനായിട്ട് ഇങ്ങനെ ഇരുന്ന കുട്ടിയാണ്. നന്നായി പഠിക്കും. 2ാമത്തെ വർഷമാണ് അവന് പാലയിൽ കിട്ടിയത്. ആദ്യത്തെ വർഷം മെഡിസിന് ചേർന്നു. പിന്നെ ഇതായില്ല പറഞ്ഞ് വീണ്ടും 2ാമത്തെ വർഷം പഠിച്ച് നല്ല മാർക്കോടുകൂടി ചേർന്ന് 55 ദിവസമായിട്ടേ ഉള്ളൂ. നമ്മളേക്കും തീരാ നഷ്ടമായി. ഓക്കെ. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നിൽക്കുന്നത് രാപ്പള്ളി ജംഗ്ഷൻ, പാലക്കാട്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് മണികണ്ഠൻ. നിങ്ങളുടെ പേര്? മാരിയപ്പൻ. തങ്കവേലു. നിങ്ങളുടെ പേരെന്താ? അപ്പുകുട്ടൻ. 5 പേര് ഇന്നലെ മരണപ്പെട്ടത്. മെനിയാന്നാണ് മരണപ്പെട്ടത്. മെനിയാന്ന് രാത്രി 9-ന് 10 മണി ഇടയിൽ KSRTC അവർ ഉപയോഗിച്ച കാർ പിടിച്ചു ആലപ്പുഴയിൽ. അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് അവർ, അല്ലേ? 5 പേര്. ഒരാൾ ലക്ഷദ്വീപ്, ഒരാൾ കണ്ണൂർ, ഒരാൾ കോട്ടയം, ഒരാൾ മലപ്പുറം, ഒരാൾ പാലക്കാട്. 5 പേരല്ലേ? ഈ പാലക്കാട് ഈ കുട്ടീൻ്റെ ബോഡി എത്തിയോ? എത്തി കഴിഞ്ഞു. ചിലവരിന്ന് കഴിഞ്ഞ് ബോഡി എത്തിയില്ല. അപ്പോൾ ആര് വിജയമാണ്? വീണ ജോർജിന് വിജയമാണോ? വീണ ജോർജ് ചെയ്തോ? നല്ല കാര്യം ചെയ്തു. ഇന്നലെ പൊതുദർശനം എപ്പോഴാണ് കഴിഞ്ഞ്? ആലപ്പുഴയിൽ. അല്ല, പൊതുദർശനം ആലപ്പുഴയിൽ നടത്തും 5 പേരെ. അത് എത്ര മണിക്ക് അറിയോ?
ഏകദേശം 12-1 മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ ബോഡി ഇന്നലെ 6 മണിക്കാണ് തേപ്പിച്ച്. 5:30 മണി അല്ലേ? അറിഞ്ഞത് ശ്മശാനം എവിടെയാണ്? ഒരാൾ നമ്മൾ കൂടെ കയറും. നമ്മൾ ഇവിടെ തന്നെ തിരിച്ച് ഒരാൾ അല്ലെങ്കിൽ എല്ലാവരും വരും. ഒന്ന് കയറി വണ്ടിയിൽ. നമുക്ക് അറിയില്ല, കറങ്ങാൻ പറ്റുന്നില്ല. 3 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. കോഴിക്കോട് നിന്ന് വന്നാണ് ഈ ചാനൽ. ഒരാൾ വണ്ടി കയറും, അല്ല ഒരാൾ വണ്ടി കയറും. നമ്മളിവിടെ അല്ല, നമ്മൾ തിരിച്ചിറക്കി തരാം ഇവിടെ. വീട് ഞങ്ങൾക്ക് അറിയാം, ശ്മശാനം അറിയില്ല. ഈ റോഡിൽ പോയാൽ മതി, നേരെ പോയി അവർ വീട് ഒരു കുളമുണ്ട്. ഒരു കാര്യം ചെയ്യും, ഇതിങ്ങനെ പോയിട്ട്. ഒരു മിനിറ്റ് സുബീഷ്, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഇതാ ഈ 3 മണിക്ക് എത്തിയാണ് ഞങ്ങൾ ഇവിടെ. നമ്മൾ യൂട്യൂബ് പ്രൊമോട്ടല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നട്ടം തിരുത്താണ് എല്ലാവരും. ബോഡി എത്തി എന്ന് പറയാം, എത്തിയില്ല എന്ന് പറയാം. സത്യത്തിൽ ബോഡി എത്തിയെന്ന് അവരും പറഞ്ഞ് ദഹിപ്പിച്ചു. ആ ശ്മശാനം പറഞ്ഞിരുന്നു. ഇനി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഓഫാക്കിയതിന് ശേഷം ഇവരോട് കറക്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ചോളാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കോഴിക്കോട് ഇത് പാലക്കാട് ഡിവിഷൻ അല്ലേ? 2ാം പ്ലാറ്റ്ഫോം ആണോ? 1ാം പ്ലാറ്റ്ഫോം. ആ 2 ഇങ്ങോട്ട് വന്നാണ് ഞാൻ. അപ്പോൾ 1. നിങ്ങളുടെ പേര്? രജിനി. ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? ഏത് കമ്പനിയാണ്? എസ്മാക്സ്. ഞങ്ങൾ എന്തിനാണ് വന്നേരം ഇവിടെ? 5 പേര് ഇന്നലെ മരണപ്പെട്ടില്ലേ KSRTC കാറായിട്ട്? അവർ ആദ്യം കാണിക്കുന്നത് KSRTC ഒരു തെറ്റ് ചെയ്തില്ല, കാറാണ് ഓവർ സ്പീഡ്. ഞാൻ മനസ്സിലാക്കുന്നത് KSRTC ആണ് ഓവർ സ്പീഡ്. യെസ്, ആണാണോ? യെസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബോഡി കാണാൻ വന്നു. പാലക്കാട് ഒരു കുട്ടീൻ്റെ ബോഡി ഉണ്ട്. ഇത് ബോഡി ദഹിപ്പിച്ചെന്നാണ് പറഞ്ഞത് 6 മണിക്ക്. പൊതുദർശനം കഴിഞ്ഞ വൈകുന്നേരമാണ്. പിന്നെ 6 മണിക്ക് ബോഡി ദഹിപ്പിക്കുമോ? ഒരു അത്ഭുതം നടക്കുമോ? വീണ ജോർജിനെ വിളിക്കണോ? നടന്നാണ് മനസ്സിലാക്കുന്നത്. കോയമ്പത്തൂർ എയർപോർട്ടിൽ ബോഡി കൊണ്ടുവന്നോ? തൊട്ട് വീട്ടിൽ പോയപ്പോൾ ബോഡി ദഹിപ്പിച്ചെന്നാണ് കേൾക്കുന്നത്. അത് ചോദ്യമാണ് അല്ലേ? ചോദ്യമല്ലേ? അല്ല, വീടിൻ്റെ അടുത്ത് പോയപ്പോൾ നമ്മൾ വീട്ടിൽ കയറാൻ പറ്റും, ഈ സമയത്ത് കയറാൻ പറ്റില്ല. ഞങ്ങൾ 4-4:30 ഇവിടെ എത്തുന്നത് അല്ലേ? അപ്പോൾ ബോഡി ദഹിപ്പിച്ച് 6 മണിക്കെന്ന് പറഞ്ഞു. ശ്മശാനം കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ പാലക്കാട് ദഹിപ്പിച്ചെന്ന്. അല്ല, വീട്ടിൽ കൊണ്ടുവന്ന് അത് എങ്ങനെ പറ്റൂ? ഇന്നലെ 12-1 മണിക്കാണ് പോസ്റ്റ്മോർട്ടം 5 കഴിയുന്നത്. ആണോ? സത്യമാണ് അല്ലേ? പിന്നെ എങ്ങനെ ബോഡി ദഹിപ്പിക്കാം ഇവിടെ? എന്താ പേര്? ഗിരിജ. ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് യൂണിഫോം വ്യത്യാസം ഉണ്ടല്ലോ, യൂണിഫോം മാറ്റിട്ടല്ലോ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഓർഡിനൻസായിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്താണെന്ന് നമുക്ക് നിശ്ചയിച്ച് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു പോവാം അല്ലേ? ഒന്നിൽ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, തെറ്റാണ്. യെസ്. യെസ്. എൻ്റെ പേര് മുജീബ് റഹ്മാൻ, CDK യൂട്യൂബ് ചാനൽ. CDK നമ്മളെ വണ്ടി പുറത്തുണ്ട്, വേണമെങ്കിൽ വരാം. ഈ കമ്പനി ഓണറുമാണ്. CDK മാൻ പവർ. ജോലി കൊടുക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക്. കുടുംബ സഹായം നമ്മൾ കൊടുക്കും. ഓക്കെ. അപ്പോൾ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഡിവിഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഇത് ലിഫ്റ്റ് ഓവർലോഡ് ആവുമെന്ന് ചെക്ക് ചെയ്യാണ്. ഞാൻ ഇവിടെ വന്നത്, നമ്മളൊരു മെഡിക്കൽ വിദ്യാർത്ഥി ഇവിടെ ഉണ്ടല്ലോ, 5 പേര് വന്ന് മരണപ്പെട്ടല്ലോ. അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ദഹിപ്പിച്ചു ബോഡി എന്നാണ് പറഞ്ഞത്. ഇന്നലെ ആലപ്പുഴയിൽ പൊതുദർശനം കഴിഞ്ഞിട്ട് ഇവിടെ ഈ ബോഡി എത്തോ? നിങ്ങൾക്ക് അറിയുമോ? 5 പേര് മരിച്ചല്ലോ ഇന്നലെ. KSRTC കാർ വെയിറ്റ് ഓവർ സ്പീഡ് ആരാ? KSRTC ആണോ കാറിൻ്റെ ആണോ? KSRTC ആണ്. ഞാൻ മനസ്സിലാക്കിയത് KSRTC ഓവർ സ്പീഡ്. സത്യത്തിൽ KSRTC ആണ് ഓവർ സ്പീഡിൽ വന്നത്.
ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ योगी आदित्यनाथ का मिनिस्टर। यूपी वो मिनिस्टर है यूपी। अच्छा आदमी नाम क्या है? सर अच्छा है। नाम क्या है इसका इसका? नरेंद्र मोदी अच्छा है. सब अच्छा है। पिनराई विजयन केरला आदमी अच्छा है. केरला का सुपर है। सब अच्छा है. इकाना अच्छा है. ये उम्मन चांडी ओल्ड अच्छा है. अच्छा है. सब अच्छा है. हाँ ओके थैंक यू. थैंक यू। बस